സംസ്ഥാനത്ത് ലേബർ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ഇന്ന് ചേരും. 12 മണിക്ക് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായാണ് യോഗം ചേരുന്നത്. അതേസമയം ലേബർ കോഡിന് സംസ്ഥാനം കരട് ചട്ടം തയ്യാറാക്കിയതിൽ രഹസ്യ സ്വഭാവമില്ലെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കേരളം മാത്രമാണ് ലേബർ കോഡുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാത്തത് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി പറഞ്ഞത് കേൾക്കാം. മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളും ലേബർ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. കേരളം മാത്രമാണ് അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാത്തത്. തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്ത യോഗമാണ്. ആ യോഗത്തിൽ വെച്ച് തന്നെ കേരളത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. PM ശ്രീക്ക് സമാനമായിട്ടുള്ള കാര്യമേ അല്ല. കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദത്തിന് വഴങ്ങി കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കേണ്ടി അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു നടപടിയും അനുകൂലമായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം ഈ പുതിയ ചട്ടങ്ങൾക്കെതിരെ ഉയരുന്നുണ്ട്. അതിനിടെയാണ് ട്രേഡ് യൂണിയനുകളുടെ വലിയ പ്രതിഷേധമുണ്ട്. ഇതിൽ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് ഒരു ചർച്ചയും നടത്താതെയാണ് എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പരിഗണനയ്ക്ക് വരുമോ? ചർച്ചാ വിഷയമാകുമോ? അജണ്ടയിലുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ട്രേഡ് യൂണിയനും, അത് CITUയും AITUCയും അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ ഇതിനോടുള്ള എതിർപ്പ് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ സർക്കാർ തങ്ങളെ അറിയിച്ചിരുന്നില്ല. സ്വാഭാവികമായി ഒരു ലേബർ കോഡ് അതിൻ്റെ കരട് ചട്ടം പുറത്തിറക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഇതുമായി ബാധിക്കുന്നവർ, അതായത് ട്രേഡ് യൂണിയനുകളെ ഇക്കാര്യം അറിയിക്കുകയും അവരുടെ അഭിപ്രായം സ്വരൂപിക്കുകയും അത് പിന്നെ ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് രീതി. പക്ഷേ ഈ ഒരു കരട് ചട്ടം 2021 ഡിസംബറിൽ ഇറക്കുമ്പോൾ അത് ഈ ട്രേഡ് യൂണിയനുകളെ അറിയിച്ചിരുന്നില്ല. അതിനുശേഷം ഈ കരട് പിൻവലിക്കുകയും ചെയ്തു. തുടർ നടപടി സ്വീകരിച്ചില്ല. സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധം രാജ്യത്ത് തന്നെ ഈ ലേബർ കോഡിനെതിരെ നടക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സ്വീകരിച്ച നിലപാടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് അടിയന്തരമായി ഈ ഒരു ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ച് എന്താണ് സംഭവിച്ചത്, സ്വാഭാവികമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി നിരന്തരമായി പറയുന്നത് ഉദ്യോഗസ്ഥർ മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. ഇതിൻ്റെ ലേബർ കരട് ചട്ടം പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സെക്രട്ടറി തന്നെ സമ്മർദ്ദം ചെലുത്തി. ഈ സാഹചര്യത്തിൽ മറ്റു പോംവഴികളില്ലാതെ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത്. പക്ഷേ സംസ്ഥാനം ഇത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നില്ല. കൃത്യമായി ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കരട് ചട്ടം പുറത്തിറക്കിയതല്ലാതെ അത് നടപ്പാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇത് കരട് ചട്ടം പുറത്തിറക്കി എന്ന് പോലും കേന്ദ്രത്തെ അറിയിച്ചില്ല. ഇക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പറയും. സ്വാഭാവികമായി ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ വിമർശനമുണ്ടാകും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന ചർച്ച. എന്തായാലും അടുത്ത മാസം 19-ാം തീയതി കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ തൊഴിൽ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട്. ആ കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള അജണ്ടകൾ, എന്തെല്ലാം രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ അജണ്ടയായി പ്രധാനമായി വരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ലേബർ കോഡ് സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാനം എടുക്കാൻ പോകുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കും. സ്വാഭാവികമായി തൊഴിൽ മന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങളും ഈ യോഗത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. അനുജ, ഇതിലിപ്പോൾ ഉമേഷ്, ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ ഇതിൽ ഇളവ് വരുത്തുക, അതിന്റെ കാര്യങ്ങളിലേക്ക് കേന്ദ്രത്തെ സമീപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആലോചനയിൽ ഉണ്ടാകുമോ? സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും? ഈ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഓർഡിനൻസ് ഇവിടെ ഇറക്കി അത് നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇതൊരു കേന്ദ്ര നിയമം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. സ്വാഭാവികമായി സംസ്ഥാനത്തിന് ഒരു നിയമം നടപ്പാക്കിയാൽ പോലും അത് കേന്ദ്ര നിയമത്തിന് മുകളിലോ അത് കോൺട്രഡിക്ടറി ആയിട്ടോ വരാൻ പാടില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമം നടപ്പാക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നിയമം നടപ്പാക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കുന്നതോ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകും. പക്ഷേ കോൺക്ലേവ് സർക്കാരിന് മുന്നിൽ ഏറ്റവും സുപ്രധാനമാണ്. അത് അടുത്ത മാസം 19-ാം തീയതിയാണ്. അത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. സ്വാഭാവികമായി ആ കോൺക്ലേവിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും പ്രധാനമായി ഈ അജണ്ടയിൽ വരിക. സ്വാഭാവികമായി അതിനുശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളായ INTUC അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി അടക്കം രൂപീകരിക്കാമെന്നുള്ള ഒരു കാര്യം ഒരുപക്ഷെ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ INTUC അടക്കം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന് എന്തായാലും കേന്ദ്ര നിയമത്തിനെ മറികടന്നുകൊണ്ടൊരു നിയമം ഈ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് കൊണ്ട് തന്നെ നടപ്പാക്കാൻ കഴിയില്ല.
പക്ഷേ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു നിയമം നടപ്പാക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി സർക്കാർ മുന്നോട്ട് പോകാനാണ് സാധ്യത. അതാണ് ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ഇന്ന് ചേരാനിരിക്കുന്നത്. 12 മണിക്ക് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഓൺലൈനായി യോഗം ചേരുക. അതിനിടെയാണ് ട്രേഡ് യൂണിയനുകളുടെ വലിയ അതൃപ്തിയുണ്ട് കരട് വിജ്ഞാപനം പുറത്തിറക്കിയതിൽ സർക്കാർ. അതിലൊക്കെയുള്ള വിശദീകരണം ഉണ്ടാകും. പക്ഷേ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്നൊക്കെയുള്ളതാണ്. അതിലൊക്കെയുള്ള വ്യക്തത ഇന്നിപ്പോൾ ഈ യോഗത്തിലുണ്ടാകും. ഒപ്പം തന്നെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നതിലും ഒരു പ്രാഥമിക തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.